സുഹൃത്തുക്കളെ, ചരിത്രപരമായി ആവർത്തിച്ചു വരുന്ന ഒരു അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫോർജം കൺവീനർ എന്ന നിലയിൽ ഈ SMA വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. പലരും തുടക്കം മുതൽ പറഞ്ഞു വച്ചതാണെങ്കിലും ഒരു ആമുഖത്തിൻ്റെ തുടക്കത്തോടെ ആമുഖത്തോടെ അല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് ആവർത്തനമാകാം. എന്നാലും ഞാൻ പറയുകയാണ്, ക്ഷമയോടെ കേൾക്കുക. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ബാധകമാകുന്ന വ്യക്തി നിയമം 1937 ബ്രിട്ടീഷുകാരുടെ കാലത്ത് നാം സ്ഥിരം പറയുന്ന പോലെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ നിയമം തന്നെയാണ്. ശരിയത്ത് ആപ്ലിക്കേഷൻ ആക്ട് എന്ന പേരിൽ അതാണ് മുസ്ലിങ്ങൾക്ക് ബാധകമാകുക എന്ന് പറയുമ്പോഴും ആ വ്യക്തി നിയമം എന്താണ് എന്ന്, ആ ശരിയത്ത് എന്താണ് എന്ന്, വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം, ദത്ത്, 4 വിഷയങ്ങളാണ് മുഖ്യമായും ഈ വ്യക്തി നിയമം കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ അതെന്താണ് എന്ന് കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടില്ല, ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. ഫോർജം മുന്നോട്ട് വയ്ക്കുന്നത്, ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പലരും ചോദിച്ചിരുന്നത് എക്സ് മുസ്ലിംസിൻ്റെ പരിപാടിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലാന്ന് തന്നെ പറയട്ടെ. ഫോർജം മുന്നോട്ട് വയ്ക്കുന്നത് ഖുർആൻ, ഇപ്പോൾ നേരത്തെ സംസാരിച്ച മുജീബ് റഹ്മാൻ കിനാലൂർ സംസാരിച്ച പോലെ നീതിയാണ് ഖുർആൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഖുർആൻ്റെ ആ അടിസ്ഥാന മൂല്യത്തിൽപ്പെട്ട നീതിയിലും അതിൻ്റെ മാനവികതയിലും ഒക്കെ നിന്നിട്ട് ഭരണഘടന പൗരന് ജാതി, മത, വർഗ, വർണ്ണ, ലിംഗഭേദമന്യേ പൗരൻ നൽകുന്ന അവകാശമാണ് സമത്വം, നീതി. അപ്പോൾ ഭരണഘടനയും കൂടി ആസ്പദമാക്കിക്കൊണ്ട് ഈ വ്യക്തി നിയമം പരിഷ്കരിക്കപ്പെടണം എന്നാണ് ഫോർജം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. നമ്മളിത് ഇത് മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇവിടെ സമുദായ നേതൃത്വത്തിൽ പെട്ട പലരും പറയാറുള്ളത് വ്യക്തി നിയമങ്ങൾ, ശരിയത്ത് നിയമങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ വ്യക്തി നിയമം പോയിട്ട് അത് ശരിയത്ത് എന്നുള്ള വാക്കിലേക്ക് ഒതുങ്ങും. ശരിയത്ത് നിയമങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമല്ല എന്ന് പറഞ്ഞു വയ്ക്കാറുണ്ട്. അപ്പോൾ നാം തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, അല്ലെങ്കിൽ നാം അവർക്ക് കൊടുക്കുന്ന ഒരു വിശദീകരണമാണ്, നേരത്തെ പലരും സംസാരിച്ചിരുന്നു, ലോക മുസ്ലിങ്ങൾക്കിടയിൽ പല രാജ്യങ്ങളിലും വ്യത്യസ്തമായ ശരിയത്ത് നിയമങ്ങളാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഷാഫികളുടെ നിയമമല്ല സുന്നികളുടേത്. എന്തിന് ഇന്ത്യയിൽ ഗോവയിൽ ഏക സിവിൽ കോഡാണ്. ലക്ഷദ്വീപിലെ പിന്തുടർച്ചാവകാശ നിയമമല്ല കേരളത്തിലേത്. ഈ മുസ്ലിങ്ങളുടെ ആ സ്കൂളുകളിൽ ഷാഫി, ഹനഫി, അംബലി, മാലിക്കി 4 സ്കൂളുകളിലും വ്യത്യസ്തങ്ങളായ നിയമങ്ങളാണ് നിലനിൽക്കുന്നത്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യ അവകാശം, സാമ്പത്തികമായി തുല്യത ഉറപ്പാക്കും വിധത്തിൽ ഈ വ്യക്തി നിയമം, അനന്തരാവകാശ നിയമം പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. വിവിധ മതങ്ങളിൽ പല ഘട്ടങ്ങളിലായി ഈ വ്യക്തി നിയമം, അനന്തരാവകാശ നിയമങ്ങൾ പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഹിന്ദു വ്യക്തി നിയമം പാർലമെൻറ്റിൽ യാഥാസ്ഥിതികരുടെ കടുത്ത എതിർപ്പിനെ മറികടന്നാണ് അത് നിയമമാക്കി കിട്ടിയത്. ക്രിസ്ത്യൻ വ്യക്തി അനന്തരാവകാശ നിയമം സുപ്രീം കോടതി വഴി നേടിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഈ അനീതിക്കെതിരെ, അല്ലെങ്കിൽ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഭരണഘടന അവർക്ക് നൽകുന്ന അന്തസ്സായ ജീവിതം, അന്തസ്സാർന്ന ജീവിതം അവർക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് സമൂഹം മനസ്സിലാക്കേണ്ടത്. വ്യക്തി നിയമത്തിൽ നിരവധി വിവേചനങ്ങൾ നിലവിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ആദ്യം നാം പറഞ്ഞു വയ്ക്കുന്നത്, മാതാപിതാക്കൾ മരണപ്പെട്ടാൽ ആണിൻ്റെ സ്വത്തിൻ്റെ പകുതി പെണ്ണിന്. അതാണ് ആദ്യത്തെ തന്നെയുള്ള വിവേചനമായിട്ട് നാം പറയാറുള്ളത്. വേറൊന്ന്, ഇപ്പോൾ പറഞ്ഞു വെച്ചതുപോലെ പെൺമക്കളുള്ള മാതാപിതാക്കളിൽ ഒരു മകളാണെങ്കിൽ പകുതി സ്വത്ത് ആ പെൺകുട്ടിക്ക്, മാതാപിതാക്കളുടെ സ്വത്തിൽ പകുതി മാത്രം പെൺകുട്ടിക്ക്. 2 അതിലധികമോ പെൺമക്കളാണെങ്കിൽ 3/2 പെൺകുട്ടിക്ക്, ബാക്കി സഹോദരങ്ങൾക്ക്. മക്കളില്ലാത്ത, അതാണ് നമ്മളിപ്പോൾ ഈ പെൺമക്കളെ മാത്രമാണ് പരാമർശിച്ചു പോണത്. മക്കളില്ലാത്ത ഒരു ദമ്പതികളിൽ ആ ഭർത്താവ് മരണപ്പെട്ടാൽ ആ സ്ത്രീക്ക് 4/1 അവകാശമാണുള്ളൂ. ഇനി ഭാര്യ മരണപ്പെട്ടാൽ ഭർത്താവിന് 4/1, 6/1. ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യയ്ക്ക് 8/1. 1-ലധികം ഭാര്യമാരുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി 8/1. ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിക്കുന്നത് കൊണ്ടാണ് ഞാൻ 1-ലധികം ഭാര്യമാരുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി കിട്ടുന്നതാണ് 8/1.
ഇത് നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ എന്ന് സംശയിച്ചിരുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ പെൺകുട്ടികളെ ജീവനോടുകൂടി കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലത്ത്, സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർക്ക് പകുതി സ്വത്ത് ഉറപ്പാക്കുകയാണ്. പദവി ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഉറപ്പാക്കിയതാണ് പകുതി സ്വത്തെങ്കിലും എന്നുള്ളത്. ഇന്ന് ലോകം ഏറെ പുരോഗമിച്ചിരിക്കുന്നു. ഇപ്പോൾ പുരുഷന്റെ സംരക്ഷണയിലാണ് കുടുംബം നിലനിൽക്കേണ്ടത് എന്ന ആ സങ്കല്പം, അതാണ് ഇതിൻ്റെ ആധാരമായിട്ട് നമ്മൾ പറഞ്ഞു വയ്ക്കാറുള്ളത്. കുടുംബത്തിൻ്റെ സംരക്ഷണം പുരുഷന്റെ ബാധ്യതയാണെന്നാണ്. ആ സങ്കല്പമൊക്കെ ഇപ്പം നിലവിൽ കാലഹരണപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാലത്ത് നിന്നിട്ട് വേണം, ഈ ആധുനിക കാലത്ത് നിന്നിട്ട് വേണം നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കാനായിട്ട്. സ്ത്രീ അധ്വാനിക്കാനും തൊഴിലെടുക്കാനും സമ്പാദിക്കാനും തൻ്റെ സമ്പാദ്യം ക്രയവിക്രയം ചെയ്യാനും സാമ്പത്തികമായ ഉത്തരവാദിത്വം നിർവഹിക്കാനും തുടങ്ങിയിട്ടുണ്ട്. കുടുംബത്തിൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്വം പുരുഷനോടൊപ്പമോ അതിനു മേലെയോ സ്ത്രീ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാലത്ത് ഇതൊക്കെ തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. ഇത്തരം നിയമങ്ങൾ തിരുത്തപ്പെടണം അല്ലെങ്കിൽ പരിഷ്കരിക്കപ്പെടണം എന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ മൊത്തത്തിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, അങ്ങനെ ഈ വിവേചനങ്ങൾക്ക് നമ്മൾ അങ്ങോട്ട് നിയമസാധുത അംഗീകരിച്ചു കൊടുത്താൽ അതൊരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ഒരു സദസ്സിൻ്റെ മുമ്പിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരം പരിഷ്കാരങ്ങളെ എതിർക്കണവരോട് നാം ഒറ്റയടിക്ക് നേർക്ക് നേരെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് സിവിൽ നിയമമാണ്, ഖുർആനിലെ സിവിൽ നിയമങ്ങളാണ്. ഈ സിവിൽ നിയമങ്ങൾ തന്നെ പാലിക്കപ്പെടണം എന്ന് പറയുന്നവർക്ക് എന്തുകൊണ്ട് ഖുർആനിലെ ക്രിമിനൽ നിയമങ്ങൾ വേണം? ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്നും എൻ്റെ പഠനത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് സിവിൽ നിയമങ്ങളെക്കാൾ ഖണ്ഡിതമായി പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വ്യാഖ്യാനത്തിനും ഇട നൽകാത്ത വിധം സിവിൽ നിയമങ്ങൾ ഇപ്പം നമ്മൾ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ ഒരു വ്യാഖ്യാനത്തിനും സാധ്യത നൽകാത്ത വിധം പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് ക്രിമിനൽ നിയമം. കട്ടാൽ കൈവെട്ടണം, വ്യഭിചരിച്ചാൽ കല്ലെറിഞ്ഞു കൊല്ലണം. ഇത്തരം സിവിൽ നിയമങ്ങൾ ഇന്ത്യയിൽ നിന്നല്ല ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് പോലും, പല ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് പോലും തുടച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണം ഈ കല്ലെറിഞ്ഞു കൊല്ലുക, കൈവെട്ടുക എന്നുള്ള ശിക്ഷാരീതികളൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല എന്ന് തിരിച്ചറിയണത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ സിവിൽ നിയമത്തിന് വേണ്ടി വാശി പിടിക്കണവർ നമ്മൾ അങ്ങനെ വാശി പിടിക്കണം. ഇപ്പം SMA രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെയുള്ളവരോട് സമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണതൊക്കെ. അവരോട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് സിവിൽ നിയമത്തിന് വേണ്ടി വാശി പിടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ക്രിമിനൽ നിയമം വേണ്ട? അതിനവർക്ക് കൃത്യമായിട്ടുള്ള മറുപടിയില്ല. പലപ്പോഴും പൗരോഹിത്യം ഇത്തരം വിഷയങ്ങൾ നമ്മൾ ഉന്നയിക്കുമ്പോൾ ഉരുണ്ട് കളിക്കുന്ന ഒരു സമീപനം എടുത്തതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി SMA രജിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ SMA രജിസ്ട്രേഷൻ പലരും മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ വിവാഹമാണെന്നാണ്. അത് മാധ്യമങ്ങൾ പറഞ്ഞുണ്ടാക്കിയതാണ്. ഷുക്കൂർ വക്കീലിൻ്റെ രജിസ്ട്രേഷനെ തുടർന്ന് മാധ്യമങ്ങൾ ഷുക്കൂർ വക്കീൽ രണ്ടാമത് വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പ്രചരണത്തിന് തുടർന്നാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് രണ്ടാമത്തെ വിവാഹമല്ല, ശരിക്കും നമ്മൾ പള്ളി വഴി കഴിച്ച വിവാഹം, അതിൽ നിക്കാഹ്, നമ്മളുടെ നിക്കാഹിൻ്റെ ആ നിക്കാഹിനെ മതപരമായി ആശീർവദിച്ച ആ വിവാഹത്തിന് നമ്മൾ ഇന്ത്യൻ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. തുടർന്ന് നമുക്ക് വരുന്ന എല്ലാ ക്രയവിക്രയങ്ങളിലും നമുക്ക് വരുന്ന പിന്നീട് എല്ലാ നിയമവിഷയങ്ങളിലും അല്ലെങ്കിൽ എല്ലാ പേപ്പർ വർക്കുകളിലും നമ്മൾക്ക് ബാധകമാകുന്ന നിയമം നമ്മളുടെ ആദ്യത്തെ നിക്കാഹിൻ്റെ ഡേറ്റ് തന്നെയാണ്. ആ ഡേറ്റ് നമ്മൾക്ക് ആദ്യത്തെ നിക്കാഹിൻ്റെ ഡേറ്റാണ്. പലരും പറയണത് ഇത് 2 വിവാഹമാണെന്നുള്ളതാണ്. അങ്ങനെയല്ല, ഇത് നമ്മളുടെ ആദ്യത്തെ ആ ഡേറ്റ് വെച്ചിട്ട് തന്നെയാണ്, മഹലിൻ്റെ സർട്ടിഫിക്കറ്റോട് കൂടി തന്നെയാണ് നമ്മൾ ഈ വിവാഹം രണ്ടാമത് രജിസ്റ്റർ ചെയ്യണത്. അപ്പോൾ പിന്നീട് തുടർന്ന് വരുന്ന ഒരു ചോദ്യമാണ്, ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശരീഅത്തിൽ നിന്ന് പുറത്തു പോകൂലേ എന്നൊരു ചോദ്യമാണ് അടുത്തതായിട്ട് ചോദിച്ചു വരുന്നത്. ഈ ക്രിമിനൽ നിയമം അനുസരിക്കാത്തൊരു മുസ്ലിം, അതായത് ഇസ്ലാമിൽ നേരത്തെ പറഞ്ഞ പോലത്തെ ക്രിമിനൽ നിയമങ്ങൾ അനുസരിക്കാത്തൊരു മുസ്ലിം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്തത് പോലെ തന്നെ സിവിൽ നിയമങ്ങൾ, ഇത്തരം സിവിൽ നിയമങ്ങൾ അനുസരിക്കാത്തത് കൊണ്ട് ഒരാളും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അതിന് നമുക്ക് പറയാവുന്ന ഒരു ന്യായം, ഒരു രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ഒരു പൗരന് അവകാശമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പം അത് ഗോവയിലെ സിവിൽ നിയമം തന്നെ നമ്മൾക്കതിന് ഉദാഹരണമായിട്ട് തന്നെ എടുക്കാം. ഇപ്പോൾ ഇവിടെ ഏക സിവിൽ കോഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളാരും മുസ്ലിം അല്ലാതെ ആവണമെന്നില്ലല്ലോ. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ SMA രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഷുക്കൂർ വക്കീൽ പറഞ്ഞിരുന്നു, ആർക്കൊക്കെ വ്യക്തമായി എന്ന് എനിക്ക് മനസ്സിലായില്ല,
കുറച്ച് പരിധിക്കുള്ളിൽ നമ്മൾ വരും. അങ്ങനെ രജിസ്റ്റർ ചെയ്യണ ദമ്പതികൾക്ക് വിവാഹമോചനം, നേരത്തെ പറഞ്ഞ പോലെ പിന്തുടർച്ചാവകാശം, ദത്ത്, അത്രയും വിഷയങ്ങളിൽ വിവാഹം ഈ പുരുഷന് ബഹുഭാര്യത്വം പിന്നെ സാധ്യമല്ലാതെ വരും. അത് ഇസ്ലാം 4 കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ നിയമം വഴി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ഈ പുരുഷന് ബഹുഭാര്യത്വം അനുവദിക്കൂല. പക്ഷെ ബഹുഭാര്യത്വത്തിൻ്റെ വിഷയം നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വരുമ്പോൾ ഇസ്ലാം 4 കെട്ടാൻ, ഞാൻ എപ്പോഴും പറയുന്നൊരു തമാശ പോലെയാണെങ്കിൽ പറയും, ഇവിടെ മുസ്ലിമായിട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് ആകെ ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവും അറിയില്ലെങ്കിലും അവർക്കറിയാവുന്ന 2 കാര്യങ്ങളാണ് ആണി പാതി പെണ്ണിന്, ആണുങ്ങൾക്ക് 4 കെട്ട. ഈ 2 കാര്യങ്ങളും എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പം നമ്മൾ ഈ എത്രയോ നിബന്ധനകളോട് കൂടിയിട്ടാണ് ഈ പുരുഷനോട് ഇസ്ലാം ബഹുഭാര്യത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഖുർആൻ കർശനമായ ഉപാധികളോട് കൂടിയിട്ടാണ്. ആ ഉപാധികൾ വെച്ച് വരുമ്പോൾ ഖുർആൻ തന്നെ നമ്മളോട് സംവദിക്കുകയാണ്, ഈ പുരുഷനോട് സംവദിക്കുന്നത് ആ ഉപാധികൾ അനുസരിച്ച് ബഹുഭാര്യത്വം നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് തന്നെ ഖുർആൻ. അപ്പം അത് ഏതൊക്കെയോ എന്താണ് അത്രയും അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം അനുവദിച്ചിട്ടുള്ളൊരു സാധനമാണ്. പക്ഷെ നമ്മളിപ്പോൾ മനസ്സിലാക്കുമ്പോൾ എത്രയോ പുരുഷന്മാർ ഇവിടെ ആദ്യ പങ്കാളി മക്കളും അറിയാതെ വടക്കൻ ജില്ലകളിൽ പോയി വിവാഹം കഴിക്കുകയും പിന്നീട് അവിടെ നിന്ന് ഇത്രയും ഈ ഗ്രന്ഥം ചുമന്നുകൊണ്ട് നടക്കുന്ന ആളുകളുടെ കഥ തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നീട് ഇവർ തിരിച്ചറിയുകയും ഈ ആദ്യ ഭാര്യയും മക്കളും തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ ഇവർക്ക് ഒരു നടപടി എടുക്കാൻ പറ്റൂല. എന്താ വെച്ചാൽ ഇസ്ലാം അനുവദിച്ചേക്കണ ഒരു കാര്യമാണ് ഈ ബഹുഭാര്യത്വം എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിൻ്റെ നിബന്ധനകളെ കുറിച്ചൊന്നും അവർക്ക് അറിയേണ്ടതില്ല. അതിൻ്റെ സാക്ഷികളേക്ക് ഇവർ രഹസ്യമായിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരു അത്രയും നിബന്ധനകളുള്ളൊരു സംഗതി തന്നെയാണ് അത്. ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്താൽ ആ പുരുഷന് ബഹുഭാര്യത്വം അനുവദിക്കപ്പെടണില്ല. വിവാഹമോചനത്തിൻ്റെ വിഷയത്തിലാണെങ്കിൽ വിവാഹമോചനം 1 ചൊല്ലി 2 ചൊല്ലി ആ കാലം കഴിഞ്ഞ് ഇപ്പോൾ മോദി വന്നതിന് ശേഷം മുത്തലാഖിൻ്റെ നിയമം വന്നതോടുകൂടി ആ 1 ചൊല്ലി 2 ചൊല്ലൽ കഴിഞ്ഞെങ്കിലും മഹല്ല് വഴി ഈ പുരുഷന് വിവാഹമോചനം, പുരുഷനോ സ്ത്രീക്കോ തൊലാക്ക് പറ്റൂല, ഖുലയും പറ്റൂല. ഈ ഏറ്റവും അനിവാര്യമായ ഘട്ടത്തിൽ മാത്രം ഖുർആൻ അങ്ങനെ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു തലാക്ക് നടക്കുമ്പോൾ എൻ്റെ ഹർഷ്, എനിക്ക് ഭയങ്കരമായിട്ട് പറയാൻ കുഞ്ഞു പേടിയൊക്കെ ഉണ്ട്, ഹർഷ് കുലുങ്ങും എന്നൊക്കെ പറയണതൊക്കെ നമ്മൾ വായിച്ചു. അപ്പോൾ അത്രയും നിബന്ധനകളോട് വെച്ചിട്ടുള്ള ആ തൊലാക്ക് അത് കോടതി വഴി മാത്രം, അല്ലാതെ വിവാഹമോചനം കോടതി വഴിയാണ് ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് സാധ്യമാവുള്ളൂ. അത് നമ്മൾ പഠിച്ചു വരുമ്പോൾ പല ഇസ്ലാമിക രാജ്യങ്ങളിലും വിവാഹമോചനവും പുനർവിവാഹവും ബഹുഭാര്യത്വവും അനുവദിക്കണമെങ്കിൽ അവർ കോടതി വഴി വരെ തന്നെ പോകേണ്ടതുണ്ട്. കോടതിയിൽ ആ ബഹുഭാര്യത്വത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വിവാഹമോചനത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ വിശദീകരിച്ച് കോടതി അനുവദിച്ചാൽ മാത്രം ബഹുഭാര്യത്വവും വിവാഹമോചനവും അനുവദിക്കുന്ന രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ പുരുഷന് അല്ലെങ്കിൽ സ്ത്രീക്ക് ഖുലയോ തൊലാക്കോ സാധ്യമല്ലാതെ വരും. പിന്നെ ദത്തിൻ്റെ നിയമം സുപ്രീം കോടതി ഇടപെട്ട് ഇത് മുസ്ലിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. പിന്നെ സാധാരണ നിലക്ക് ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണത് പെൺമക്കൾ മാത്രമുള്ള മാതാപിതാക്കളാണ്. അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പെൺമക്കൾ മാത്രം ഉള്ള മാതാപിതാക്കളുടെ സ്വത്തിൽ സഹോദരങ്ങൾക്ക് അവകാശം ഉണ്ടെന്ന് പറഞ്ഞ് സൂറത്തുൻ നിസായിലെ അവസാനത്തെ ഒരു ആയത്തിന് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് മക്കളില്ലെങ്കിൽ എന്നുള്ള ആയത്തിന് നിങ്ങൾക്ക് ആൺമക്കളില്ലെങ്കിൽ എന്ന് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും ഈ സഹോദരങ്ങൾ അതിൻ്റെ അവകാശികളായി വരികയാണ് ചെയ്യുന്നത്. ഒരു ഘട്ടത്തിൽ പോലും ഖുർആൻ മക്കളില്ലാത്തവരുടെ സ്വത്തിലല്ലാതെ സഹോദരങ്ങൾക്ക് അവകാശം പറയണില്ല. അപ്പോൾ ഇത് മക്കളില്ലാത്തവരുടെ മാത്രം വിഷയമല്ല, ഈ പെൺമക്കൾ മാത്രമുള്ളവരുടെ വിഷയം മാത്രമല്ല, ഇത് മക്കളില്ലാത്തവരുടെ വിഷയമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആണിനും പെണ്ണിനും മക്കൾക്ക് 2 പേർക്കും തുല്യ സ്വത്ത് വീതം ഓഹരി കൊടുക്കണം എന്ന് വിചാരിക്കുന്ന എല്ലാവരും, അതായത് തുല്യനീതിയിൽ വിശ്വസിക്കുന്ന മനുഷ്യരെല്ലാവരും ഇത്തരം ഇങ്ങനെ വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ വേറൊന്ന് വരണത്, ഈ സ്വത്തവകാശം പറയുമ്പോൾ നമ്മൾ ഇപ്പം നേരത്തെ ഡോക്ടർ സംസാരിച്ചപ്പോൾ ഇത് സ്വത്ത് എന്ന് പറയണതിൻ്റെ ഒരു പോരായിക, നമുക്കൊരു ജാള്യതയൊക്കെ പലർക്കും അനുഭവപ്പെടാനുണ്ടാവും. പക്ഷേ ഇത് ഒരു സ്വത്തിൻ്റെ വിഷയം മാത്രമല്ല. ഇങ്ങനെ ഓഹരി വെച്ച് വരുമ്പോൾ ഇപ്പോൾ ഈ സഹോദരങ്ങൾ ഈ ഇസ്ലാമിക നിയമം അനുസരിച്ച് ഈ 37 നിയമം അനുസരിച്ചിട്ട് അവകാശികളായി വരുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ ഓഹരി വീതം വെച്ച് കഴിഞ്ഞാൽ അതിൽ സൈൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ പലരും കഴിഞ്ഞ ദിവസം ഞാൻ സിയാമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോഴും പറഞ്ഞു, ഇതിലെ വിഷയം സാമ്പത്തികമല്ല, ഈ ലോകത്തിൻ്റെ ഏതൊക്കെയോ കോണിലിരിക്കുന്ന ആളുകൾ വന്ന് സൈൻ ചെയ്താലാണ് ഈ യത്തീമായ മക്കൾക്കും
ആ അഗതിയായി പോയ ആ സ്ത്രീക്കും ഒക്കെ ഇവർക്ക് അവരുടെ പിതാവിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ പങ്കാളിയിൽ നിന്നോ കിട്ടിയ സ്വത്ത് ഓഹരി വെച്ച് കിട്ടണമെങ്കിൽ ഈ സഹോദരങ്ങൾ ഇപ്പോൾ ഞാൻ മരണപ്പെട്ട് എൻ്റെ ഓഹരി വെക്കുന്നതിൽ മുമ്പ് തന്നെ എൻ്റെ ഒരു സഹോദരൻ മരണപ്പെട്ടാൽ ആ സഹോദരൻ്റെ മക്കൾ വന്ന് ഒപ്പിട്ടാലാണ് എൻ്റെ മക്കൾക്കോ എനിക്കോ അത് കിട്ടുകയുള്ളൂ. അത്രയും ബുദ്ധിമുട്ടാണ് ഈ വിഷയത്തിൽ. അപ്പോൾ ഇത് സ്വത്തിൻ്റെ മാത്രം വിഷയമല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ഈ സ്വത്തോഹരി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു വാഹനം വിൽപ്പന നടത്തണോടത്തിൽ, ഇൻഷുറൻസിൻ്റെ വിഷയത്തിൽ, അങ്ങനെ എല്ലാ വിഷയത്തിലും ഇത് ബാധകമായിട്ട് വരെയാണ്. അപ്പോൾ ഈ വിഷയമാണ് നമ്മൾ പ്രധാനമായിട്ട്, ഇത് കുട്ടികളുടെ ഒരു അന്തസ്സിൻ്റെ വിഷയവും കൂടിയാണ്. ഇപ്പോൾ പലരും പറയണത്, നിങ്ങളിങ്ങനെ പറയുമ്പോഴും ഞങ്ങളത് വാങ്ങിയിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതായത് ചിലർ അത് ഒഴിമുറി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കണവരുണ്ട്. ആ വാങ്ങിയിട്ടില്ല എന്നുള്ള പ്രയോഗം, അല്ലെങ്കിൽ ഞങ്ങളത് വിട്ടുകൊടുത്ത്, ആ പ്രയോഗം നമ്മൾ കേൾക്കും. ഞങ്ങളത് വിട്ടുകൊടുത്തില്ലേ, ഞങ്ങളത് വിട്ടുകൊടുത്ത ആൾക്കാരാണെന്ന് പറയുമ്പോൾ അവർ വല്ലാത്ത ഉദാരമതികളാകുകയും ഈ സ്വീകരിച്ച ആൾക്കാർ വല്ലാത്ത അഗതികളായി മാറുകയും ചെയ്യാണ്. അവരുടെ വാപ്പാട് അല്ലെങ്കിൽ ആ മനുഷ്യൻ അവൻ്റെ പാരമ്പര്യ സ്വത്താവട്ടെ, അവൻ്റെ ആർജിത സ്വത്താവട്ടെ, ഇസ്ലാമിൽ പാരമ്പര്യം ആർജിതം എന്നൊന്നുമില്ല, അവൻ്റെ സ്വത്ത് ആ മക്കൾക്കും പങ്കാളിക്കും, ഒരു മകനുണ്ടെങ്കിൽ അവർ എല്ലാവർക്കും ഓഹരി വെച്ച് കിട്ടേണ്ട സാധനം പെൺമക്കൾ മാത്രമാകുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു അവകാശം വരുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ശരിക്കും വല്ലാത്ത നിരാലംബരായി പോണ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ കൊടുത്ത ആൾക്കാർ ഇങ്ങനെ വല്ലാത്ത മഹത്വം പറയുകയും ഇവരത് സ്വീകരിച്ച് അവരെന്നും ഒരു ഞങ്ങൾക്ക് വിട്ടു തന്ന ആൾക്കാരല്ലേ എന്നുള്ള നിലയ്ക്ക് ഒരു വിധേയത്വം ഉണ്ടാവേണ്ടി വരികയാണ് ആ മനുഷ്യന്മാരോട്. ഇപ്പം അമ്മായിമാരോടായി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡോക്ടർ എഴുതിയിരുന്ന ഒരു റൈറ്റപ്പ് തയ്യാറാക്കിയിരുന്നു. ഈ മക്കൾ ഈ ഓഹരി വെക്കേണ്ട സമയത്ത് ഇത് ഒപ്പിടാൻ പറഞ്ഞ അമ്മായി വരുമോ, മാമ വരുമോ, മൂത്താപ്പ വരുമോ, കൊച്ചാപ്പ വരുമോ എന്ന് ചോദിച്ച് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കേണ്ടി വരികയാണ് ഇവരുടെയൊക്കെ വീടുകളിൽ ഒപ്പിട്ട് കിട്ടാൻ വേണ്ടി. ഇത് ഈ മക്കളുടെ അന്തസ്സിൻ്റെ വിഷയമല്ലേ? അപ്പോൾ ഇത് സ്വത്തിൻ്റെ വിഷയമല്ല. ഇപ്പം ഞാനും ഇസ്മയിലും സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തെങ്കിൽ 86 വയസ്സുള്ള വാപ്പ മരിച്ചുപോയി. ഇപ്പോൾ ഇസ്മയിലിൻ്റെ വാപ്പയും ഉമ്മയായിരുന്നു ഞങ്ങൾക്ക് സാക്ഷികളായിട്ട് ഒപ്പിട്ടത്. വാപ്പ മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷം ആവുകയാണ്. ഞാൻ ഈ സമയത്ത് വാപ്പാനെ സ്നേഹത്തോടു കൂടി അനുസ്മരിക്കുകയാണ്. അപ്പം അന്ന് വാപ്പ ഞങ്ങളോട് പറഞ്ഞിരുന്നത്, നിങ്ങൾ മക്കളെ ബുദ്ധിമുട്ടിലാക്കരുതെന്നാണ്. അപ്പം നമ്മൾക്കിതിന് വിഷമമാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ ഇസ്മയിൽ രജിസ്റ്റർ ചെയ്യാൻ വരണമെങ്കിൽ ഇസ്മയിൽ അവരുടെ സിസ്റ്റേഴ്സ് വിചാരിക്കും ഞങ്ങളെ പേടിച്ചിട്ടല്ലേ ഇപ്പോൾ ഇവർ ഇത്തേം അളിയനും അല്ല ഇത്തേം ആങ്ങളെയും ഇക്കേം രജിസ്റ്റർ ചെയ്യണത് ഞങ്ങൾ ഓഹരി ചോദിച്ച് ചെല്ലുന്ന പേടിച്ചിട്ടല്ലേ എന്ന് സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് മാറി നിന്നാൽ അപ്പോൾ അതിന് എൻ്റെ വാപ്പയും ഉമ്മയും ഇസ്മയിലിൻ്റെ വാപ്പയും ഉമ്മയും ഒപ്പിടാൻ വന്നതോടുകൂടി ആ വിഷയം അവസാനിച്ച്. അപ്പോൾ അത് ഈ പെൺകുട്ടികളുടെ വിഷയമാണ്. എൻ്റെ മകൾ പറയണത് ചെയ്യാനുള്ളത് ചെയ്തു വെച്ചോ, ഞങ്ങൾ ആരുടെ അടുത്തും ചെന്ന് ചോദിക്കുന്നു, നിങ്ങളാരും കരുതണ്ട, അങ്ങനെ പറയണ പെൺകുട്ടികളുണ്ട്. പിന്നെ ഈ പെൺമക്കൾ മാത്രമുള്ളവരല്ല, ഈ മക്കളില്ലാത്തവരുടെ വിഷയമുണ്ട്. മക്കളില്ലാത്തവരുടെ വിഷയത്തിൽ പങ്കാളി മരണപ്പെട്ടാൽ, പങ്കാളി എന്ന് പറഞ്ഞാൽ ഭർത്താവ്, ഇപ്പോഴും നമ്മൾ പുരുഷനെ സ്ഥാനത്ത് നിർത്തിയിട്ട് പറയണം, ഭർത്താവ് മരണപ്പെട്ടാൽ ആ സ്ത്രീക്ക് അയാളുടെ സ്വത്തിൽ 4/1 അവകാശമുള്ളൂ. മക്കളില്ല, 4/1 അവകാശം. പലപ്പോഴും നമ്മളോട് ഈ പൊതുസമൂഹം, നമ്മൾ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞത് ഇത് പൈസ ഉള്ളവരുടെ വിഷയമല്ലേ, പൈസ ഉണ്ടായിട്ടല്ലേ. അതല്ല, ഇത് പൈസ ഉള്ളവരുടെ വിഷയമല്ല. ശരിക്കും ഈ ഒരു 20 എനിക്കൊരു കണക്ക് പറയാനുള്ള ഒരു 20 ലക്ഷം രൂപ ആ സ്ത്രീക്ക്, ഈ ഒരു ദമ്പതികൾ ഭാര്യയും ഭർത്താവും കൂടി മക്കളില്ലാതെ ജീവിക്കുകയാണ് ഒരു വീട്ടിൽ. അത് വിറ്റാൽ 20 ലക്ഷം രൂപയാണ് അവർക്ക് കിട്ടുള്ളൂ. ഇയാളൊരു ദിവസം മരണപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ സഹോദരങ്ങളെത്തും. ഖബറിലെ മണ്ണ് ഉണങ്ങണമെന്ന് വേണ്ട, അതിനു മുമ്പ് തന്നെ ഇത് ഉന്നം വെച്ചിരുന്ന ആളുകളൊക്കെ എത്തിക്കഴിഞ്ഞാൽ ആ ഇതിന് വിലയിട്ട് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയാണ് ആ സ്ത്രീക്ക് ഓഹരിയുള്ളൂ. ഈ 20 ലക്ഷത്തിൻ്റെ വീടും അവരുടെ പറമ്പും കൂടി വിറ്റ് ആ സ്ഥലത്തിന് 20 ലക്ഷം വിലയിട്ടാൽ 5 ലക്ഷം രൂപ ആ സ്ത്രീക്ക് ഓഹരിയുണ്ട്. ബാക്കി 15 ലക്ഷം രൂപ സഹോദരങ്ങളുടെയാണ്. ഈ സ്ത്രീ എവിടെ നിന്ന് എടുത്ത് ഇത് കൊടുക്കും? പാവപ്പെട്ട ഒരു സ്ത്രീ. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ വിഷയത്തിലാണെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരണില്ല. നമ്മൾക്ക് വേറെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഓഹരി കൊടുത്ത് ഇത് പ്രശ്നം അവസാനിപ്പിക്കുക. ഈ 20 സെൻറ്റ് അല്ലെ 20 ലക്ഷം രൂപയുടെ ആകെ സ്വത്തുള്ള ഒരു സ്ത്രീനെ സംബന്ധിച്ച് അവർ ആ വീട് വിറ്റ് 5 ലക്ഷം രൂപയും വാങ്ങി ഇറങ്ങേണ്ടി വരും. പിന്നെ അവരെങ്ങോട്ടാണ് പോണത്? ഈ 5 ലക്ഷം രൂപയും കൊണ്ട് അവരെവിടെ പോവും? അപ്പോൾ പറയണതാണ് സഹോദരങ്ങൾക്ക് ഈ ഓഹരി സഹോദരങ്ങൾക്കുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങൾക്ക് സംരക്ഷണാവകാശവും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ സ്ത്രീ 5 ലക്ഷം രൂപയും കൂടി ചെല്ലേണ്ടത് സഹോദരൻ്റെ വീട്ടിലേക്കാണ്. പിന്നീട് അവരുടെ ദുരിതമുള്ള ജീവിതം നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരു സഹോദരൻ്റെ വീട്ടിൽ മക്കളും ഇല്ലാതെ ഈ 5 ലക്ഷം രൂപയാണ് അവരുടെ കയ്യിൽ ആകെ ഉള്ളൂ. അതിലും വൈകാരികമായിട്ടുള്ള വിഷയമല്ലേ ആ പങ്കാളി അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജീവിച്ചിരുന്ന വീട്ടിൽ നിന്ന് ആ സ്ത്രീ മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഇറങ്ങാന്ന് പറഞ്ഞാൽ അത് നമ്മൾക്കൊന്നും ആലോചിക്കാൻ പറ്റാത്ത വിഷയമല്ലേ. അപ്പോൾ ശരിക്കും മക്കളില്ലാത്തവർ ആദ്യം രജിസ്റ്റർ ചെയ്യണം. പിന്നെ വേറെ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം.
എൻ്റെ ഒരു സുഹൃത്ത് കൊടുങ്ങല്ലൂർ തന്നെ മെച്ചപ്പെട്ട സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടെടുത്ത് ഒരു മകനുള്ളൂ. ഈ സാധാരണ നിലക്ക് പങ്കാളി പുരുഷൻ മരണപ്പെട്ടാൽ സ്ത്രീക്ക് 8/1 സ്വത്താണുള്ളൂ. ഈ മകൻ വിദേശത്താണ്. അവിടുന്ന് വിദേശത്തുള്ള ഒരു സ്ത്രീനെ തന്നെ വിവാഹം കഴിച്ചിട്ട് അവിടുത്തെ പൗരത്വം കൂടി സ്വീകരിച്ച് അവിടെ താമസിക്കുകയാണ് ഈ മകൻ. ഈ കുടുംബത്തിന് എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു സാധനമാണ് സ്വത്ത് ഓഹരി വെക്കുന്നത് സംരക്ഷണവും കൂടി ചേർത്തിട്ടാണെന്ന്. ഈ മകൻ വിദേശത്തുള്ള ഈ മകൻ യൂറോപ്പിലെവിടെയാണ് ആ മകൻ ഈ കുടുംബത്തിന് ഒരു തരത്തിലുള്ള സ്വാന്തനാവാനും ഉണ്ടാവണില്ല. ഇപ്പം പിതാവിൻ്റെ അസുഖകാലത്ത് സംരക്ഷണത്തിനോ അല്ലെങ്കിൽ ഈ കുടുംബത്തിനൊരു താങ്ങാവാനോ വെച്ചാൽ അവർക്ക് സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ടില്ല, ഇല്ലാതെ അവർ വിദേശത്ത് ജീവിക്കുകയാണ്. ആ സമയത്ത് ഈ പുരുഷൻ മരണപ്പെട്ടാൽ ഈ സ്ത്രീക്ക് അതിൽ നിന്ന് കിട്ടുന്നത് വെറും 8/1 ഓഹരിയാണ്. ബാക്കി ഓഹരി മുഴുവൻ ഈ മകനാണ്, വിദേശത്തുള്ള അവിടെ പൗരത്വം സ്വീകരിച്ച മകനാണ്. ഈ സ്ത്രീക്ക് എന്ത് സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ട്? പിന്നെ പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ പലതും പറയണം. പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ് ഒരു നാട്ടുനടപ്പ് എന്നുള്ള നിലക്ക് സ്ത്രീകളുടെ വീട്ടിൽ നിന്ന് അവർക്ക് ഓഹരി കിട്ടിയതാണ് പലപ്പോഴും പുരുഷന്മാർ ആദ്യം വിൽപ്പന നടത്തുക. അത് ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൻ്റെ ഭാഗം മാത്രമല്ല, പലർക്കും അത് ഇപ്പോൾ എൻ്റെ നാട്ടിൽ വന്ന് എൻ്റെ ഓഹരി അത് നോക്കുക, അത് മാനേജ് ചെയ്യുക, അവിടെ കൃഷി ചെയ്യുക, തെങ്ങ് കയറുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ ആവശ്യം വരുന്ന ഘട്ടത്തിൽ ആദ്യം വിൽപ്പന നടത്തുന്നത് ഈ സ്ത്രീയുടെ ആയിരിക്കും. അത് അയാൾ കച്ചവടത്തിൽ ഇറക്കിയിട്ടുണ്ടാവും, അയാൾ ചിലപ്പോൾ അതൊരു പൊതു സ്വത്താക്കി മാറ്റിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഘട്ടത്തിലൊക്കെ ഈ സ്ത്രീ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് പെൺമക്കൾ മാത്രം അങ്ങനെ എത്രയോ വിഷയങ്ങൾ. അപ്പോൾ പെൺമക്കൾ മാത്രമുള്ളവർ ചെയ്തു വെക്കേണ്ട ഒരു സംഗതിയല്ല ഇത്. മക്കളില്ലാത്തവരും തുല്യനീതി, മക്കൾക്കിടയിൽ തുല്യനീതി ആഗ്രഹിക്കുന്നവരും ഒക്കെ ചെയ്യേണ്ട സംഗതി തന്നെയാണ് ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് രജിസ്ട്രേഷൻ. പലപ്പോഴും നമ്മൾ ഈ പരിപാടിക്കൊക്കെ വിളിക്കുമ്പോൾ എല്ലാവരും പറയും ഞങ്ങൾക്ക് ആ മക്കളുണ്ട് നെജു, അവർ ആൺമക്കളെ കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ, ഞങ്ങളൊക്കെ പെൺമക്കൾ മാത്രമുള്ള ദുരിതം ഭരണ മനുഷ്യന്മാരെന്നുള്ള നിലക്കാണ് നമ്മൾക്ക് അവരുടെ വരികൾക്കിടയിൽ വായിക്കാൻ പറ്റണത്. അങ്ങനെയല്ല. ഈ 2 മക്കളുണ്ടാവും. ഈ 2 മക്കൾ അവർ ആ കുടുംബത്തിലെ രാജാവും രാജകുമാരിയൊക്കെ ആയിട്ട് തന്നെയല്ലേ, അല്ലെങ്കിൽ രാജകുമാരനും രാജകുമാരിയും തന്നെയാണ്. അതിലെന്തിനാ പെൺകുട്ടീനെ മാറ്റി നിർത്തണത്? അപ്പം സ്ത്രീധനം കൊടുത്തില്ലേ? സ്ത്രീധനം കൊടുക്കണ്ട. നമ്മൾ ഇസ്ലാമും നാട്ടുനടപ്പും ഹൈന്ദവാചാരവും എല്ലാവരും കൂടി കൂട്ടിക്കുഴക്കാൻ പാടില്ല. സ്ത്രീധനം നിഷിദ്ധമാണ്, മഹർ വാങ്ങി വിവാഹം കഴിക്കണം, വലീമത്ത് സൽക്കാരം നടത്തണം എന്ന് പറഞ്ഞ കൊടുത്തിൽ നമ്മൾ അവിടെ ഇസ്ലാമിൽ പിടിച്ച് നിൽക്കണം. അപ്പം നമ്മൾ കുറച്ച് ഹൈന്ദവാചാരം കൂട്ടിയെടുത്ത് കുറച്ച് നാട്ടുനടപ്പെടുത്ത് എന്നിട്ട് മറ്റേത് പറയണതിൽ കാര്യമില്ല. സ്ത്രീധനം കൊടുക്കുക തന്നെ ചെയ്യേണ്ടത്. പെൺകുട്ടികൾ ഇപ്പം അത് ആഗ്രഹിക്കണമില്ല. അപ്പം അങ്ങനെ ഈ തുല്യത ആഗ്രഹിക്കണം മാതാപിതാക്കൾ. മക്കളില്ലാത്തവർ, ഇനി മകൻ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു മകനുള്ളവർ, ഇവരെല്ലാവരും ഇത് ചെയ്തു വെക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്ട് രജിസ്ട്രേഷൻ നടത്തിയത് കൊണ്ട് ദീനിന്ന് പുറത്തല്ലാന്ന് ഇപ്പോൾ പലരും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പ്രായോഗിക ആവശ്യം, അല്ലെങ്കിൽ രാജ്യത്ത് അത് എന്തുകൊണ്ട് നമുക്ക് ഒരു മുസ്ലിമായി ജീവിക്കുമ്പോൾ അതെന്തുകൊണ്ടാണ് ആവശ്യം വരണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. പിന്നെ വേറൊന്നുള്ളത്, ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ഒസിയത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഖുർആൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും ഒസിയത്ത് ചെയ്യുക. ഇത് ഖുർആൻ ആയത്താണ്. മാതാപിതാക്കൾക്ക് അടുത്ത ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത ബന്ധുക്കൾ, എൻ്റെ പങ്കാളി, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ, അങ്ങനെ ആ ശ്രേണി വരും. ഖുർആൻ അങ്ങനെ ആവർത്തിച്ച് പറയും. കൃത്യമായിട്ട് ആയത്ത് വഴി തന്നെ പറയുമ്പോഴും നമ്മൾക്ക് ഈ നിയമപ്രകാരം ഒസിയത്ത് ബാധകമല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അനന്തരാവകാശികൾക്ക് ഒസിയത്തില്ല. ഈ 37 നിയമം അനുസരിച്ചിട്ട് അനന്തരാവകാശികൾക്ക് ഒസിയത്തില്ല എന്ന് പറയും. പക്ഷെ നമ്മൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒസിയത്ത് ബാധകമാണ്. ഖുർആനിൽ ഒസിയത്തില്ല എന്ന് ഇപ്പം ഇങ്ങനെ ഒരു ആയത്തുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് ഈ പണ്ഡിതന്മാരെന്ന് അഭിരമിക്കുന്ന തന്നെ ഞാൻ പറയേണ്ടി വരും. അവർ പറയാറുള്ളത് അത് ഇതാണ്, സ്വത്തിൻ്റെ ആയത്ത് വന്നപ്പോൾ അത് എന്താണ് നെസക്ക് ചെയ്തു പോയി എന്നാണ് നമ്മളോട് പറയാറുള്ളത്. അപ്പോൾ എന്നെപ്പോലത്തെ ആളുകൾ ചോദിക്കണേ, ഒരു മതഗ്രന്ഥത്തിൽ ദൈവം ഇറക്കി തന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരു മതഗ്രന്ഥത്തിലുള്ള ആയത്തുകൾ എങ്ങനെയാണ് ദുർബലപ്പെടുക? അപ്പം ഞാനതിനെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ അർത്ഥം, മാതാപിതാക്കൾക്ക് 6/1 ഓഹരിയുണ്ട്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മക്കൾ മരണപ്പെട്ടാൽ ഈ മക്കളുടെ സ്വത്തിൽ നിന്ന് 6/1 മാതാപിതാക്കൾക്കുണ്ട്. അപ്പം നമ്മൾക്ക് ഇപ്പം എനിക്ക് തോന്നുകയാണ് എൻ്റെ മാതാപിതാക്കൾക്ക് 6/1 പോരാ, അവരതിലും ദുർബലരാണ്. അല്ലെങ്കിൽ എൻ്റെ പങ്കാളിക്ക് എൻ്റെ സ്വത്തിൽ നിന്ന് 4/1 കണക്കൊക്കെ തെറ്റും, 4/1 പോരാ, അദ്ദേഹത്തിന് അതിലും കൂടുതൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒസിയത്ത് ചെയ്യുക. അതിനുള്ള ആയത്താണത്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും ഒസിയത്ത് ചെയ്യാൻ പറഞ്ഞ് ഖുർആനായത്ത് നിൽക്കുമ്പോൾ അത് നെസക്ക് ചെയ്ത് പോയെന്നും പറഞ്ഞിട്ട് നമ്മൾ ഈ ആയത്തുമ പിടിക്കുകയാണ്. അവിടെയാണ് ഈ പേരക്കുട്ടികൾക്ക് സ്വത്തില്ലാതെയായി പോണത്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മക്കൾ മരണപ്പെട്ടാൽ പേരക്കുട്ടികൾക്ക് സ്വത്തില്ല. എന്ത് അനീതിയാണ്, നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്ക്.
എന്താ വെച്ചാൽ ഖുറാൻ്റെ ഏറ്റവും ഞാൻ മനസ്സിലാക്കുമ്പോൾ അനാഥ മക്കളെക്കുറിച്ച്, അനാഥരുടെ സംരക്ഷണത്തിനെ കുറിച്ച് ഇത്രയേറെ സംസാരിക്കുന്ന ഒരു ഗ്രന്ഥം ലോകത്തുണ്ടാവില്ല. ഞാനും അനാഥരെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഇങ്ങനെയാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അനാഥ സംരക്ഷണത്തിന് എത്രയോ മൂല്യം കൊടുത്തിട്ടുണ്ട് ഖുർആൻ. അപ്പോഴും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഓഹരി വെക്കുമ്പോൾ നിങ്ങൾ കണ്ടു നിൽക്കണവരെയും കൂടി തൃപ്തിപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞൊരു മതഗ്രന്ഥം കയ്യിൽ വെച്ചിട്ട് ഈ പേരക്കുട്ടികൾക്ക് സ്വത്ത് നിഷേധിക്കുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നാല് മക്കളുണ്ട്, ഒരു മകൻ മരിച്ചുപോയി. ഈ 3 മക്കളുടെയും മക്കൾക്ക് ഓഹരി കിട്ടുമ്പോൾ ശരിക്കും കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ഇയാൾക്ക് ഖുർആൻ അനുസരിച്ചിട്ട് 1/3 സ്വത്ത് വസിയത്ത് ചെയ്യുക. ശരിക്കും ഖുർആൻ്റെ നീതിശാസ്ത്രം അനുസരിച്ച്, അതിലെ കരുണ അനുസരിച്ച്, അതിൻ്റെ നീതിബോധം അനുസരിച്ച് ഈ വെല്ലുപ്പ ചെയ്യേണ്ടത് അദ്ദേഹത്തിന് വസിയത്ത് ചെയ്യാവുന്ന 1/3 ഈ പേരക്കുട്ടികൾക്ക് വസിയത്ത് ചെയ്യണം. ഒപ്പം ആ മരിച്ചുപോയ മകന് അർഹതപ്പെട്ട അല്ലെങ്കിൽ മകൾക്ക് അർഹതപ്പെട്ട ഓഹരിയും കൂടി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ആ മക്കളാണ് അനാഥർ, അവരെയാണ് നമ്മൾ സംരക്ഷിച്ച് നിർത്തേണ്ടത്. മറ്റവർക്ക് അവരുടെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ നീതിബോധം എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ ഒസിയത്തിൻ്റെത്, അപ്പോൾ ഈ എസ് എം എ പ്രകാരം നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒസിയത്ത് ചെയ്യാൻ പറ്റും. എൻ്റെ സ്വത്ത് എനിക്ക് ആർക്ക് കൊടുക്കണം, എനിക്ക് ഒസിയത്ത് ചെയ്യാൻ പറ്റും. മറ്റേത് അത് ബാധകമല്ലാത്ത നിയമമാണ് ആ നിലനിൽക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഒസിയത്തിൻ്റെ നിയമം പാസ്സാക്കാൻ വേണ്ടിയിട്ട് 2009 ജസ്റ്റിസ് കൃഷ്ണയ്യർ ഒരു കരട് കൊണ്ടുവന്നെങ്കിലും ഇന്നത്തെ നിലവിലുള്ള പോലത്തെ ഈ മതനേതൃത്വവും മതരാഷ്ട്രീയക്കാരും എല്ലാവരും ചേർന്നിട്ട് അവിടെ എതിർക്കപ്പെടുകയും അന്ന് സർക്കാർ മൗനം പാലിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇത്തരം നിയമങ്ങൾ നിലനിന്ന് പോണത്. ഇപ്പം നമ്മൾ ഈ ഇന്ത്യൻ നിയമത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം, ഇപ്പോൾ ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് നമ്മൾ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത്തരം വിഷയങ്ങളിൽ നമ്മൾക്ക് ഇന്ത്യൻ നിയമമാണ് ബാധകമാവണത്. ഈ നിയമം വല്ലാതെ കുറ്റമറ്റതാണെന്നൊന്നും നമ്മൾ പറയണില്ല. അതിലും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കുറേ വായിച്ചു വരുമ്പോൾ സ്ത്രീവിരുദ്ധത നന്നായിട്ട് തന്നെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇപ്പം ഈ എസ്.എം.എ വിവാഹം ഫോർജം മുന്നോട്ട് വെക്കുന്നത് നമ്മൾ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു പ്രതിരോധം എന്നുള്ള നിലക്ക് നമ്മൾ മുന്നോട്ട് വെക്കുന്നതാണ്. ഇതിന് ഈ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസിൻ്റെ വിധിയാവണവരെയും അല്ലെങ്കിൽ സർക്കാർ ഇതിനൊരു നടപടി എടുക്കുന്നവരെയും നമ്മൾക്ക് ഇത്തരം വിഷയത്തിലുള്ള ഒരു പ്രതിരോധം മാത്രമാണ് എസ്.എം.എ വിവാഹം. അല്ലെങ്കിൽ നമുക്കിതിന് ഇപ്പം ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക്, എന്നെയൊക്കെ സംബന്ധിച്ച് അതൊരു പ്രതിഷേധവും കൂടിയായിരുന്നു. ഇത് കൊണ്ടു നടക്കുന്ന ആളുകളോടുള്ള ഒരു പ്രതിഷേധവും കൂടിയായിരുന്നു ഞങ്ങളുടെ സ്പെഷ്യൽ മാരേജ് ആക്ട് വിവാഹം. അന്ന് വിവാഹം രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുങ്ങല്ലൂർ സമ്മേളനം നടന്നതിനെ തുടർന്നും ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനെ തുടർന്ന് ഇഷ്ടംപോലെ ചർച്ചകൾ നടന്നിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു സെമിനാർ വെച്ചിരുന്നു ഞങ്ങളുടെ രജിസ്ട്രേഷന്. അപ്പോൾ എന്നോട് അവിടുത്തെ 1-2 മുജാഹിദുകാർ ചോദിച്ചത്, നെജുവിന് രജിസ്റ്റർ ചെയ്താൽ പോരായിരുന്നു. ഞാൻ കുറേ നാൾ മുജാഹിദിൻ്റെ ക്ലാസ്സിൽ നടക്കുകയും കുറേ വായിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്ന ആളാണ്. പിന്നെ എൻ്റെ വായനയിൽ ഞാനിങ്ങനെ പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ എന്നോട് അന്ന് അവർ ചോദിച്ചത്, നെജുവിന് രജിസ്റ്റർ ചെയ്താൽ പോരായിരുന്ന, എന്തിനാണ് ഒരു സെമിനാർ വെച്ചിട്ട് ആളുകളിങ്ങനെ വഴികേടിലാക്കണത് എന്നാണെന്ന് എന്നോട് ചോദിച്ചിരുന്നത്. പക്ഷേ നമ്മൾക്ക് കിട്ടിയ വിവരം, അത് ഞാനൊരു വിശ്വാസി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് വിശ്വാസത്തിനെതിരല്ല എന്നെനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളിത് സമൂഹത്തിനോട് ആവർത്തിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പിന്തുടർച്ചാവകാശ നിയമത്തിൽ പോരായ്മകളുണ്ട്. പക്ഷേ ഇതൊരു ഫോർജം, ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഈ എസ്.എം.എ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആളുകളെ കൂട്ടാൻ പറ്റും. ഈ വിഷയം സമൂഹത്തിൽ നമ്മൾ ഉന്നയിക്കുന്ന പല വിഷയങ്ങൾ ഇതുവഴി നമുക്ക് ചർച്ചയാക്കാനും പറ്റും. കൊടുങ്ങല്ലൂരൊക്കെ നമ്മളുടെ ഈ മൂവ്മെൻറ്റിന് ശേഷം കുറേ ആളുകൾ ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മൾ എറണാകുളം, തൃശ്ശൂർ, കാസർഗോഡ്, കണ്ണൂർ ഇത്രയും ജില്ലകളിൽ നിന്ന് നമ്മൾ സ്പെഷ്യൽ മാരേജ് ആക്ട്, ഇതൊരു പബ്ലിക് ഡോക്യുമെൻ്റാണ്. ആരും ഇത് രഹസ്യമാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മളിതൊരു വിവരാവകാശം എഴുതി സബ് രജിസ്ട്രാർ ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ രജിസ്റ്റർ ഓഫീസിൻ്റെ പരിധിയിൽ എത്ര പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇങ്ങോട്ട് രേഖയായിട്ട് കിട്ടും. അങ്ങനെ ഞങ്ങൾ ശേഖരിച്ചത് എല്ലാവരും നമ്മളുടെ കയ്യിലിരിക്കുന്നുണ്ട്. കുറേ ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. ഈ സമുദായ നേതൃത്വത്തിനെ ഭയപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഈ മത നേതൃത്വത്തിനെ ഭയപ്പെട്ടിട്ടാണ് പലരും ഇത് പറയാൻ മടിക്കുന്നത്. വേറൊരു ഭയപ്പാടെന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ വിഷമിക്കൂലേ എന്നുള്ളൊരു വിഷമം കൂടി. ഇപ്പം നെജു ഞങ്ങൾ നല്ല ഇഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് വിഷമാവൂലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവർക്ക് ആൺമക്കൾ ഉണ്ടാവില്ല, അവരുടെ സ്വത്തിൽ നിന്ന് നിങ്ങൾക്കൊന്നും തരണില്ലല്ല, ഇല്ല, എന്നാൽ പിന്നെ അവർ വിഷമിക്കണതിൽ നിങ്ങൾ വിഷമിക്കേണ്ട എന്നാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള മറുപടി. ഞാൻ എപ്പോഴും ഈ വിഷയം സംസാരിക്കുമ്പോൾ പറയാറുള്ളത്, ഈ സ്വന്തം വാദഗതികൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി, ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് നിങ്ങൾ കേട്ടാൽ മതി. സ്വന്തം വാദഗതികൾ അടിച്ചേൽപ്പിക്കാൻ ഇവിടുത്തെ ഈ മതമൗലികവാദികൾ പിടികൂടണത് എന്നും സ്ത്രീകളെയാണ്. അവരെയാണ് അനുസരിപ്പിക്കാൻ. എന്താ വെച്ചാൽ മതത്തിനെ കുറിച്ച് ശരിക്കും മതത്തിൻ്റെ വിഷയത്തിൽ അവർ നിശബ്ദരാക്കപ്പെട്ട ഒരു ജനതയാണ്.
അവര് മതം പറഞ്ഞിട്ട്, വിശ്വാസം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കുടുംബ ബന്ധം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്തിന് സദാചാരം പറഞ്ഞിട്ട് വരെയും ഇവർ ഈ മത നേതൃത്വം ഈ സ്ത്രീകളെ പിടികൂടും. അപ്പോൾ അതിൽ ഭയപ്പെട്ടിട്ട് തന്നെയാണ് ഈ സ്ത്രീകൾ പലപ്പോഴും നിശബ്ദരായി പോവാറുള്ളത്. ഈ മതഗ്രന്ഥങ്ങളുടെയും ആചാരങ്ങളെയൊക്കെ അവർ മൗലികവാദപരമായിട്ട് വ്യാഖ്യാനിക്കുകയാണ്. ആ വ്യാഖ്യാനം കൊണ്ട് അങ്ങനെ നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ എനിക്ക് സ്ത്രീകളോടാണ് പറയാനുള്ളത്, അങ്ങനത്തെ വാദഗതികൾ കൊണ്ട് അവർ നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതേ വാദങ്ങളെ തന്നെ അതിൻ്റെ പുനർവായന കൊണ്ട് അവരെ ഖണ്ഡിക്കാൻ നമുക്ക് കഴിയണം. അതിന് ഖുർആനിൻ്റെയൊക്കെ സ്ത്രീപക്ഷ വായന ഉണ്ടാവണം. മതഗ്രന്ഥം വീണ്ടും വീണ്ടും വായിക്കുകയും പുനർവ്യാഖ്യാനിക്കുകയും ചെയ്യണം. എന്നാലും മാത്രമാണ് ഈ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഒഴുക്കുള്ള വെള്ളത്തിൽ മാത്രമാണ് അഴുക്കില്ലാതിരിക്കുകയുള്ളൂ. ഞാൻ അവസാനിപ്പിക്കാം. മതവും വേദവും ദൈവവും ഒന്നും നീതിക്ക് നിരക്കാത്തത് പറയൂല. അപ്പോൾ അതങ്ങനെ എവിടെന്നെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ പുരുഷ കേന്ദ്രീകൃത പൗരോഹിത്യം സ്ത്രീകളുടെ മേലിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ സ്ത്രീകൾക്ക് അവരുടെ ദൈവത്തിന്, ഞാൻ എപ്പോഴും പറയണ വേറൊന്നാണ്, എൻ്റെ ദൈവം എൻ്റെ കണ്ഠനാടിയേക്കാൾ അടുത്താണ്. ഞാൻ ചോദിക്കാറുള്ളൊരു സാധനമാണ്, ഇവിടെ ഞാൻ വിശ്വാസിയല്ല എന്ന് പറയാൻ ഏത് മത നേതൃത്വത്തിനാണ് ഇവിടെ അധികാരം കൊടുത്തിട്ടുള്ളത്? നെജു ഇസ്ലാമിന്ന് പുറത്താണ് എന്ന് പറയാൻ ഇവരാര്? അപ്പോൾ ഞാൻ വിശ്വാസിയാണോ എന്ന് എൻ്റെ ദൈവം എൻ്റെ കണ്ഠനാടിയേക്കാൾ അടുത്താണ്, എൻ്റെ സ്വർഗ്ഗനരകങ്ങൾ എൻ്റെ ദൈവം തീരുമാനിച്ചോളും, എൻ്റെ കർമ്മങ്ങൾ ആരും വിലയിരുത്താൻ വരണ്ട എന്നുള്ളത് തന്നെയാണ് ഞാൻ എല്ലാവരും പറയാറുള്ളൊരു സംഗതി. ഞാൻ അവസാനിപ്പിക്കാം. വേദഗ്രന്ഥം സംസാരിക്കുന്നത് മനുഷ്യനോടാണ്. അവിടെ സ്ത്രീയെ പുരുഷനെ എന്ന് വിളിച്ചിട്ട് സംസാരിക്കണില്ല. മതഗ്രന്ഥം സംസാരിക്കുന്നത് പുരുഷനോടാണ്. നിങ്ങൾ ചിന്തിക്കണില്ലേ, നിങ്ങളെ ഞാൻ അവസാനിപ്പിച്ച് മനുഷ്യരോടാണ് സംസാരിക്കുകയാണ്. സ്ത്രീയും പുരുഷനും എൻ്റെ സമസൃഷ്ടികളാണ്. നിങ്ങളുടെ തഖ്വയാണ് പ്രധാനം, നിങ്ങളുടെ സൂക്ഷ്മതയാണ് പ്രധാനം എന്ന് ഖുർആൻ പറയാണ്. നിങ്ങൾക്ക് ഞാൻ ബുദ്ധി തന്നില്ലേ, നിങ്ങൾക്ക് ഉറ്റാലോചിച്ചുകൂടെ, നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. എന്നോട് ചിന്തിക്കാൻ, ഞാൻ മതഗ്രന്ഥം വായിക്കുമ്പോൾ ദൈവം എന്നോട് ചോദിക്കുന്നത് നിൻ്റെ ബുദ്ധി വെച്ച് ചിന്തിക്കാനാണ്. എനിക്കവിടെ ഒരു മുജാഹിദുകാരൻ്റെയും ജമാഅത്തുകാരൻ്റെയും സുന്നി പണ്ഡിതൻ്റെയും ബുദ്ധി എടുത്ത് വെക്കേണ്ട, എൻ്റെ ബുദ്ധി വെച്ച് ഞാൻ ചിന്തിക്കും. എൻ്റെ ശരിയാണിത്, ആ ശരിയാണ് അതെന്ന് വിശ്വസിച്ചത് കൊണ്ട് തന്നെയാണ്, ഞാനൊരു വിശ്വാസിയായിട്ട് നിന്നിട്ട് തന്നെയാണ്. ഇപ്പം നിങ്ങൾ കേട്ടത് കൊണ്ടും കൂടി പറയണ്, ഈ രജിസ്ട്രേഷൻ കൊണ്ട് ആരും വിശ്വാസത്തിൻ്റെ പുറത്താവണില്ല. നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഗ്രന്ഥം വെച്ചിട്ട് തന്നെ നമ്മൾ വിശ്വാസികളായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് പെൺകുട്ടികൾ മാത്രമുള്ളവരുടെ വിഷയമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. മക്കളില്ലാത്തവരുടെയും ആൺമക്കളുള്ളവരുടെയും, ഒരു ആണും പെണ്ണും മക്കളുണ്ടായിട്ട് ഒരു മകന് മരിച്ചു പോയിക്കൂടെ? നിങ്ങൾ ആ അവസ്ഥയൊക്കെ ആലോചിച്ച് നോക്കുക. അപ്പോൾ എല്ലാവരും ഒരു വ്യവസ്ഥയുടെ ഭാഗമായിട്ട് നിന്നിട്ട് എല്ലാ മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും അല്ലാതെ ദമ്പതികളായിട്ടുള്ള എല്ലാവരും സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പറഞ്ഞാൽ ഇനിയും കുറേ പറയാനുണ്ട്, ചർച്ചയിൽ പറയാം. അപ്പോൾ എവർക്ക് നമസ്കാരം, നന്ദി.